വലിയ തോതിലുള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നേതാക്കന്മാർ സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പ് മേയർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ നേതാക്കൾ, അതായത് ഇടത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ തുടരുന്നുണ്ട്. അരുൺ, ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ CPIM-ന്റെ തീരുമാനം? തീർച്ചയായിട്ടും ഇത് അനിശ്ചിതകാല റിലേ സത്യാഗ്രഹമാണ്. കാപ്പക്കേസ് ജയിലിലടക്കപ്പെട്ട വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ കൗൺസിലിന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അനിശ്ചിതകാല റിലേ സത്യാഗ്രഹമാണ് CPM ആരംഭിച്ചത്. അതാണ് അതിന്റെ ഇന്നലെ ഈ സംഭവങ്ങൾ, ഈ സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ടുള്ള തുടർ തർക്കങ്ങളാണ് ഇന്ന് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. റിലേ സമരം ഇവിടെ തുടരും, റിലേ സത്യാഗ്രഹം തുടരും. അതിൽ നിന്ന് CPM പിന്നോട്ട് പോകില്ല. സുഗതനെ പുറത്താക്കുന്നവരെ സമരം എന്നുള്ളതാണ് CPM-ന്റെ നിലപാടും ആവശ്യവും ഇടതുമുന്നണിയുടെ ആവശ്യം. ആ കാര്യത്തിലാണ് ഇപ്പോൾ സമരം തുടരുന്നത്. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യണം. 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞയിൽ സുഗതന്റെ കൗൺസിലർ സ്ഥാനം റദ്ദാക്കപ്പെടും. അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ട്. സുഗതനെ പ്രത്യേക അനുമതി വാങ്ങി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. സത്യപ്രതിജ്ഞ ശ്രമമാണ് നടത്തുന്നത്. അതിന് നിയമനീക്കങ്ങളും CPM-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ സത്യപ്രതിജ്ഞ പോലും ചട്ടവിരുദ്ധമെന്ന നിലപാട് CPM-നുണ്ട്. ആ പ്രശ്നത്തിലും കോടതിയെ സമീപിക്കാൻ CPM തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭ ഭരണം വീണ്ടും മാറുകയാണ്. തീർത്തും ഞാണിന്മേൽ കളി എന്നൊക്കെ പറയാവുന്ന പോലെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കൌൺസിലാണ്. ഒഴിവാക്കപ്പെട്ട കൌൺസിലർ നഷ്ടപ്പെട്ടാൽ വീണ്ടും അതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. വാഴോട്ടുകോണം രാഷ്ട്രീയമായ CPM-ന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് അവിടെ ഇത്തവണ BJP-ക്ക് ജയിക്കാൻ വഴിയൊരുക്കിയത്. അവിടെ വിമത സ്ഥാനാർത്ഥി CPM-ന് ഉണ്ടായിരുന്നു. അതാണ് വാഴോട്ടുകോണം വാർഡ് പരമ്പരാഗതമായി CPM-ന്റെ ഇടയാക്കിയത്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൗൺസിൽ മീറ്റിംഗ് 29-ാം തീയതി 10 മണിക്ക് വിളിച്ചു. സ്വാഭാവികമായിട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നേരെ ചൊവ്വേ നടത്തേണ്ട മേയറാണെന്നാണെങ്കിൽ 1 മണിക്കൂർ നേരത്തെ 20 പേര്. ഇതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾ, ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, സമരങ്ങൾ, അതിന് വേദിയാവുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പോൾ കിരൺ ബാബു കൂടി ചേരുന്നുണ്ട്. കിരൺ, അല്പസമയം മുമ്പ് വലിയ സംഘർഷമായിരുന്നു കോർപ്പറേഷനിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് BJP കൗൺസിലർമാരും CPIM കൗൺസിലർമാരും നേർക്കുനേർ വരുന്ന സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ കൗൺസിലർമാരുടെ, അതായത് ആ പ്രതിഷേധം, CPIM-ന്റെ കൗൺസിലർമാരുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. മേയർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഇതിന്റെ ഒരു തുടർച്ച, അതിനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അഭിലാഷ്, അത് തന്നെയാണ് കാണുന്നത്. കാരണം BJP-യുടെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിരുന്നു. സത്യപ്രതിജ്ഞ ദൈവങ്ങളുടെ പേര് പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ റദ്ദാക്കി. അത് ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢ പ്രതിജ്ഞയാണ് അനുവദിക്കുന്നത്. അതിൽ തൊട്ട് പിന്നാലെ തന്നെ കോടതി റദ്ദാക്കിയതിന് പിന്നാലെ തന്നെ സുഗതൻ ഒഴികെയുള്ളവരെല്ലാവരും തന്നെ ആ തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സുഗതൻ കാപ്പ കേസിൽപ്പെട്ട് വാഴോട്ടുകോണം കൗൺസിലറാണ്. കാപ്പ കേസിൽപ്പെട്ട് ജയിലിലാണ് കഴിയുന്നത്. സുഗതനെ ഇനിയും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിശ്ചിത ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അംഗത്വം സ്വാഭാവികമായും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും. 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അംഗത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. കഴിഞ്ഞ 40 ദിവസമായി കൗൺസിൽ യോഗം തിരുവനന്തപുരം നഗരസഭ വിളിക്കാതിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ, LDF നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടന്നത്. വീണ കൗൺസിലറുടെ വിരലൊടിഞ്ഞു. നിങ്ങൾ പരിശോധിക്കുക. ഇതൊക്കെ ഞങ്ങൾ ആക്രമണം ചെയ്തിട്ടാണോ ഞങ്ങൾക്ക് ഉണ്ടാക്കിയതെന്ന് പരിശോധിക്കുക. അത് മേയറുടെ ഡോർ അടച്ചുകൊണ്ട് കിരൺ, എന്തായാലും CPIM കൗൺസിലർമാരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ മേയറാണ് ഈ സംഘർഷത്തിന് വഴിവെച്ചത്, ബലം പ്രയോഗിച്ചത് ആദ്യം മേയറാണ് എന്ന വിമർശനമുയരുന്നു. അതേസമയം CPM-ന്റെ കൗൺസിലറുടെ കാലൊടിഞ്ഞു എന്നാണിപ്പോൾ പറയുന്നത്. 3 CPM കൗൺസിലർമാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ ഗുരുതരമായ പരിക്ക് എന്നാണ് CPM-ന്റെ നേതാക്കൾ തന്നെ അവകാശപ്പെടുന്നത്. അവരുടെ വാക്കുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. പരിക്കിന്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും അവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇടതുമുന്നണിയുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം നിൽക്കുകയായിരുന്നു. മേയറുടെ മുറിയുടെ മുന്നിൽ ഉള്ള വരാന്തയിലായിരുന്നു ആ പ്രതിഷേധം. അവർക്കിടയിലൂടെ തന്നെ റൂമിലേക്ക് കയറാൻ മേയറും ഡെപ്യൂട്ടി മേയറും BJP കൗൺസിലർമാരും ശ്രമിച്ചതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത്.
CPM കൗൺസിലർമാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മേയറുടെ മുറിക്ക് പിന്നിലൂടെ മറ്റൊരു വാതിൽ കൂടിയുണ്ട്. അകത്ത് കടക്കാനായിരുന്നെങ്കിൽ അത്തരം വാതിലുകളുണ്ട്. സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഭാഗമായി അത്തരം പ്രധാനപ്പെട്ട വാതിലുകളിൽ സമരങ്ങളൊക്കെ നടത്തുക അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുക പലപ്പോഴും പതിവാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിൽ മാത്രമല്ല, സർക്കാർ ഓഫീസുകളിലൊക്കെ അത്തരത്തിലുള്ള സമരങ്ങൾ ഏത് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷം അത്തരത്തിലേക്കുള്ള സമരങ്ങളൊക്കെ നടത്തും. പക്ഷേ ആ സമരങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായും മേയറുടെ അവകാശമാണ് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ അത്തരം അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് യുക്തിസഹമായി ഉപയോഗിക്കുക, ഔചിത്യത്തോടുകൂടി ഉപയോഗിക്കുക എന്നൊരു ഘട്ടം കൂടിയുണ്ട്. മന്ത്രിമാർ ഒരു സ്ഥലത്ത് മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കാനും മന്ത്രിമാരെ തടയാനും പ്രതിഷേധക്കാർ ഒരു വഴിയിൽ നിൽക്കുന്നുവെങ്കിൽ ആ വഴി ഒഴിവാക്കി മറ്റു വഴിയിലൂടെ അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നയത്തിൽ പലപ്പോഴും പോലീസുകാർ ചെയ്യുന്നത്. ആ തരത്തിലാണ് ചെയ്യുന്നത്. ഇത് ആ മുന്നിലെ വാതിലിലൂടെ തന്നെ കയറാൻ മേയർ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ആ വാതിലിലൂടെ തന്നെ വരുന്നു. അവിടെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു, അത് കയ്യാങ്കളിയിലേക്ക് പോകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിന് തന്നെ നാണക്കേടാണ് ഈ തരത്തിൽ ഒരു നഗരസഭയുടെ, അതും തലസ്ഥാന നഗരസഭയുടെ കൗൺസിലർമാർ, ജനങ്ങൾ തെരഞ്ഞെടുത്ത കൗൺസിലർമാർ ഇങ്ങനെ പരസ്പരം നേരിടുന്നത്, ശാരീരികമായ നേരിടുന്നത്, ആശയപരമായോ അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതിനോ അല്ലെങ്കിൽ ആശയപരമായി ഇത്തരം കാര്യങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് കയ്യാങ്കളി, ശരിക്കുമുള്ള കയ്യാങ്കളി തന്നെയാണ്. അതിനിടയിലാണ് ചിലർക്ക് പരിക്ക് പറ്റിയത്. മേയറും ഇതിനിടയിലേക്ക് വീണ് കിടക്കുന്നത് കാണാം. അതിനപ്പുറത്തേക്ക് വഞ്ചൂർ ബാബു വീണ് കിടക്കുന്നത്, വഞ്ചൂർ ബാബുവിൻ്റെ ദേഹത്തേക്കാണ് മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം വീണ് കിടക്കുന്നത്. അവരുടെ ദേഹത്തേക്ക് മറ്റു പലരും വീണു. അങ്ങനെ ഒരു ചെറിയ വരാന്തയുടെ ഇടയിൽ രണ്ട് കൂട്ടർ ഒരേപോലെ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന വീഴ്ചകളൊക്കെയാണ് ഉണ്ടായത്. ഇതിപ്പോൾ ഒരു കൗൺസിലർ, BJP കൗൺസിലർ കൂടി കാലിന് പരിക്കേറ്റു എന്ന് പറയുന്നു. ആ BJP കൗൺസിലറുമായി അവർ വരുന്നതാണ്. ഇടതുപക്ഷ മുന്നണിയുടെ 3 കൗൺസിലർമാർക്കാണ് കാലിൽ പരിക്കേറ്റിരിക്കുന്നത്. ഒരാളുടെ കാല് ഒടിഞ്ഞു എന്നാണ് മുൻ ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനും V. ജോയും അടക്കം പറഞ്ഞത് ഗുരുതരമായ പരിക്കുകളാണ് ഈ കൗൺസിലർമാർക്ക് ഏറ്റത് എന്നാണ്. അവർക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കുള്ള, സ്വാഭാവികമായും ഇവരെല്ലാവരും അല്പം ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസ്സുകാരോ DYFIക്കാരോ SFIക്കാരോ KSUക്കാരോ സമരം ചെയ്യുന്നത് പോലെയല്ല. ഇതെല്ലാം അല്പം പ്രായമായ ആളുകൾ കൂടിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇത്തരമൊരു സംഘർഷത്തിനിടയിൽ പെട്ടുപോകുമ്പോൾ അവരുടെ കാലിനും കൈക്കും ദേഹത്തുമൊക്കെ പരിക്കേൽക്കാൻ ഉള്ള സാധ്യതയുണ്ട്. പരസ്പരം ബോധപൂർവം പരസ്പരം മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ എവിടെയും നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഭരണപക്ഷ കൗൺസിലർമാരുടെ ദേഹത്തേക്ക് പ്രതിപക്ഷ കൗൺസിലർമാരും അവരുടെ ദേഹത്തേക്ക് വീണ്ടും ഭരണപക്ഷ കൗൺസിലർമാരും ഒക്കെ മാറിയും തിരിഞ്ഞും വീഴുന്നതും പരസ്പരം ആ തിരക്കിനിടെ ചവിട്ടിയതാ, മുട്ടിനെ അടി വെച്ചതാ, വയറ്റിൽ ചവിട്ടിക്കുക, മൊത്തത്തിൽ തറയിൽ തള്ളിയിട്ട് ഉപദ്രവിച്ചേക്കുക. CPM പറയുന്ന അവരെ പുറത്ത് ഒരിക്കലും അല്ല, അവര് ഗുണ്ടകളെ പോലെ നമ്മൾ ആക്രമിക്കരുത്. പകുതി നിൽക്കുന്നതും ആ കൗൺസിലറല്ല നിൽക്കുന്നത്. കണ്ടായിരുന്നു, വലിയ സംഘർഷം ഉണ്ടായിരുന്നു. അത് അറിഞ്ഞു വന്നതാണെന്ന് തോന്നുന്നു. ശുദ്ധ തെമ്മാടിത്തമല്ലേ ഇവർ കാണിക്കുന്നത്. CPM പറയുന്നത് മേയർ അവരെ ആക്രമിക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, എല്ലാം വീഡിയോയിലുണ്ടല്ലോ. നടപടിയായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും സുഗതനെ സംരക്ഷിക്കുന്നതാണ് പ്രശ്നം എന്ന് പറയുന്നത്. സുഗതൻ കാപ്പ കേസ് പ്രതിയെ ശ്രീലേഖയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശുദ്ധ തെമ്മാടിത്തമാണ് അവർ നടത്തിയെന്ന പ്രതികരണമാണ് അവർ നടത്തുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം BJPക്കുമുണ്ട്. കാരണം BJP കൗൺസിലർമാർ ഇപ്പോൾ ഒരു കൗൺസിലെ ആശുപത്രിയിലേക്ക് മാറ്റിക്കാണ്. വീൽ ചെയറിലാണ് അവരെ കൊണ്ടുവന്നത്. അവരിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. വീൽ ചെയർ ഇതുവഴി കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ അവരെ കൗൺസിലർമാർ താങ്ങിപ്പിടിച്ച് ഇപ്പോൾ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പരിക്കേറ്റു, വയറിലും കാലിലും കയ്യിലുമൊക്കെ മർദ്ദനമേറ്റു എന്നാണ് കൗൺസിലർ വ്യക്തമാക്കുന്നത്. CPMന്റെ 3 കൗൺസിലർമാരും ആശുപത്രിയിലാണ്. ഇപ്പോൾ BJP കൗൺസിലർ ഇവിടെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. രണ്ട് ഭാഗത്തും പരിക്കുണ്ട്. വലിയ ഒരു സംഘർഷത്തിലേക്ക്, തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. BJPയുടെ പ്രധാനപ്പെട്ട കൗൺസിലർമാരും നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിലേക്ക്, മറ്റ് കൗൺസിലർമാർ, ഇതിനുള്ളിൽ കൂടുതൽ കൗൺസിലർമാരുണ്ട്. BJPയുടെ മറ്റ് കൗൺസിലർമാരും പരിക്കുപറ്റി ആശുപത്രിയിലേക്ക് അവരെയും മാറ്റുകയാണ്. BJPയുടെ പ്രധാനപ്പെട്ട കൗൺസിലർമാർ, വനിതാ കൗൺസിലർമാർ പലരും ഈ വാഹനത്തിൽ നമുക്ക് കാണാം, ആംബുലൻസ് നമുക്ക് കാണാം. അവരെയൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഗുരുതരമായ പരിക്കേറ്റു എന്നാണ് BJPയുടെ ആരോപണം. ശരിക്കും എന്താ സംഭവിച്ചത് കൗൺസിലറെ? മേയറുടെ കൂടെ ഞങ്ങൾ കയറി വരുമായിരുന്നു. മേയറെ കാണാൻ വേണ്ടി നേരത്തെ വന്നതാണ്. മേയർ വന്നപ്പോൾ ഞങ്ങൾ കൂടെ വന്നപ്പോൾ മേയറെ പിടിച്ചു തള്ളി. അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം പിടിച്ചു തറയിൽ വീണ. ഞങ്ങൾക്ക് എണീക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരും ഞങ്ങളുടെ പുറത്തായിരുന്നു. ബാക്കിലുള്ളവർ എണീക്കാൻ നോക്കുമ്പോൾ പിന്നെയും ഞങ്ങളെ തള്ളി വീഴ്ത്തായിരുന്നു. എണീക്കാൻ പറ്റാതെ ഇവർക്കെല്ലാം കയ്യിലും കാലിലും എല്ലാം പരിക്കും. നാശിക്ക് ശ്വാസം ഇല്ല. നമ്മുടെ ഡെപ്യൂട്ടി മേയറെ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.